തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മയിൽ ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാം വാക്യം വായിക്കുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രപഞ്ചത്തിലെ സകല ദൈവസൃഷ്ടികളും മാറ്റത്തിന് വിധേയമായതാണ്. മാറ്റത്തിന് വിധേയമായിരിക്കുന്ന ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യകുലത്തിന് നൽകിയിരിക്കുന്ന ആന്തരിക സുഹൃതങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ. ഇവ 3ഉം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആണെന്ന് എബ്രായ ലേഖനത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു കാര്യവും കണ്ടുകൊണ്ടല്ല വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ താൻ കൊയ്യാൻ പോകുന്ന കൃഷിയുടെ വിളവിനെ കണ്ടുകൊണ്ടല്ല, അതിനുവേണ്ടി പ്രത്യാശിച്ചുകൊണ്ടാണ് വിത്ത് വിതയ്ക്കുന്നത്. നമ്മുടെ ഓരോ അധ്വാനവും പ്രത്യാശയാൽ പ്രേരിതമാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നാം ഓരോ കാര്യവും ചെയ്യുമ്പോൾ ആ വിശ്വാസം നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്നു. പ്രത്യാശയായ നമ്മളേക്ക് അതിനാവശ്യമായിരിക്കുന്ന പ്രചോദനം നൽകുന്നു. സ്നേഹം അതിനെ അനുഗ്രഹപൂർണ്ണമാക്കുന്നു. വിശ്വാസം നമുക്ക് പ്രേരകമാകുമ്പോൾ, നമ്മളെ ഓരോ കാര്യം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, പ്രത്യാശ നമ്മെ അതിൽ വളർത്തുന്നു. നമ്മുടെ അധ്വാനത്തിന് നമുക്ക് ശേഷി നൽകുന്നു. അധ്വാനത്തിന് ലക്ഷ്യബോധം നൽകുന്നു. സ്നേഹമാകട്ടെ, ത്യാഗത്തോടുകൂടി സ്നേഹം നാം പ്രകടിപ്പിക്കുമ്പോൾ അത് ഫലകരമാകുന്നു. നാം പരാജയപ്പെട്ടാലും പിന്മാറാതെ നമ്മുടെ ലക്ഷ്യബോധത്തിനു വേണ്ടി നാം വീണ്ടും വീണ്ടും പ്രവർത്തിക്കുവാൻ സജ്ജരാകുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ളതൊക്കെയും, ഈ ലോകത്തിലെ നേട്ടങ്ങളൊക്കെയും മാറിപ്പോകുന്നതാണ്. കുറച്ച് നാളത്തേക്ക് അതൊക്കെ പ്രയോജനകരമാകും. അതിനുശേഷം അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നമ്മുടെ വളർച്ചയിൽ നമ്മുടെ പ്രാരംഭത്തിൽ, ശൈശവത്തിൽ നമ്മൾ പരാശ്രയത്തിൽ കഴിയുന്നു. അവിടെ നിന്നും നമ്മൾ വളർന്ന് സ്വയാശ്രയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സ്വയാശ്രയത്തിൽ നിന്നും കടന്ന് പരസ്പരം എല്ലാവർക്കും ആവശ്യമാകുന്നു എന്ന് മനസ്സിലാക്കി പരസ്പരാശ്രയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വീണ്ടും നാം പരാശ്രയത്തിലേക്ക് വീഴുകയാണ്. ഇങ്ങനെ ഒരു വലയത്തിലാണ് മനുഷ്യജീവിതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഓരോ സൃഷ്ടിയും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കുന്നില്ല. വേനൽക്കാലത്ത് അനുഭവമല്ലല്ലോ മഴക്കാലത്ത് നമുക്കുണ്ടാകുന്നത്. എന്നാൽ വേനൽക്കാലത്തെ ദുരനുഭവം കൊണ്ട് നാം നിരാശരാകുന്നില്ല. മഴക്കാലം വരുന്നു എന്നുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. പ്രത്യാശ നമ്മളെ ക്ഷമയുള്ളവരാക്കുക, കാത്തിരിക്കുവാനുള്ള ക്ഷമയുള്ളവരാക്കുക. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കാവുന്ന, ആശിക്കാവുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ നിത്യജീവനാണ്. ഈ ലോകത്തിലെ ജീവൻ മാറിപ്പോകും, മാറ്റങ്ങൾക്ക് വിധേയമാകും. എത്ര ഉറച്ചു നിന്നാലും മനുഷ്യനൊരു ശ്വാസം മാത്രമാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞ മനുഷ്യൻ വെറും നിഴലാണ്. നിഴലിന് അസ്തിത്വമില്ല. നിഴൽ ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതിന് അസ്തിത്വമില്ല. കാണുന്ന ഏതോ ഒരു വസ്തു വെളിച്ചത്തിന് നേരെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്നതാണ് നിഴൽ.
മനുഷ്യജീവിതവും അത് തന്നെ. നിത്യതയുടെ വെളിച്ചത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രതിഫലിപ്പിക്കുകയാണ്. അത് നമ്മുടെ നിഴലായി കാണുന്നു. നിത്യതയാണ് നമുക്ക് ശാശ്വതമായ ലക്ഷ്യം. ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യബോധത്തിനായിട്ട് ലക്ഷ്യത്തോടു കൂടി നാം പ്രവർത്തിക്കണം. അത് പ്രാപിക്കാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് പ്രവർത്തിക്കണം. ആ വിശ്വാസവും പ്രത്യാശയും ഫലകരമാകുന്നത് സ്നേഹത്തിൽ കൂടിയാണ്. ആ സ്നേഹത്തിന് അപേക്ഷിതമായിരിക്കുന്ന ഒരു ഘടകമാണ് ത്യാഗം. ത്യാഗമില്ലാത്ത സ്നേഹം ആസ്വദിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതാർക്കും അനുഭവവേദ്യമാകുന്നില്ല. അതുപോലെ സ്നേഹം നൽകുന്ന ആളിനും ഒരു നിർവൃതി ഉണ്ടാകണമെങ്കിൽ ത്യാഗത്തോടു കൂടിയുള്ള സ്നേഹമായിരിക്കണം. ഒരു അമ്മ കുഞ്ഞിന് നൽകുന്ന സ്നേഹം എത്ര ത്യാഗത്തോടെയാണ്. അമ്മയുടെ മഹാകവി കുമാരനാശാൻ പറയുന്നത് പോലെ, അമ്മ തൻ നെഞ്ഞു ഞരമ്പിൽ തിങ്ങും ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ അമൃതാക്കും മൈത്രി നമ്മോട് അതോതുന്ന രാജൻ. അമ്മയുടെ നെഞ്ചിൽ കൂടെ ഒഴുകുന്ന ചോരയെ കുഞ്ഞിന് പോഷകസമൃദ്ധമായ അമ്മിഞ്ഞ പാലാക്കി തീർക്കുന്ന ആ സ്നേഹം, അതിനെ കാണാത്ത കാര്യം ആശിക്കുന്നതിൻ്റെ ഉറപ്പുണ്ട്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുണ്ട്. നമ്മുടെ പ്രവർത്തനം വിശ്വാസത്താൽ നിറഞ്ഞതാകട്ടെ. നമ്മുടെ പ്രവർത്തനം ഫലശൂന്യമാകരുത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തങ്ങളുടെ വീര്യപ്രവൃത്തികളെ അന്ത്യനാളിൽ കർത്താവിൻ്റെ അടുത്ത് പറയുമ്പോൾ, ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, എന്തെല്ലാം ആളുകൾ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ പറയുമ്പോൾ കർത്താവ് പ്രതിവചിക്കുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ത്യാഗത്തോടു കൂടിയുള്ള വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണല്ലോ ത്യാഗം. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് തൻ്റെ ത്യാഗത്തിലൂടെ മനുഷ്യജീവിതത്തെ രക്ഷിക്കുവാനായിട്ടാണ്. ആ രക്ഷ നമ്മുടെയും അവകാശമായി തീരുവാൻ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.